ഏറെ നാളായി നീണ്ടുനിന്ന ഒരു വാർത്താ യുദ്ധത്തിൽ ഏഷ്യാനെറ്റിനെ കീഴടക്കി കേരളത്തിലെ ചാനലുകളുടെ റേറ്റിംഗിൽ റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് വന്നു. ഇതാദ്യമായാണ് റിപ്പോർട്ടർ ചാനൽ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമത് എത്തുന്നത്. ഈ ആഴ്ച പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ബാർക്ക് റേറ്റിംഗ് പ്രകാരം 97.71 പോയിന്റോടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ പിന്നിലാക്കി റിപ്പോർട്ടർ മുന്നേറിയത്. കഴിഞ്ഞ തവണ 94.10 പോയിന്റോടെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ഇപ്പോൾ 92.21 പോയിന്റോടെ രണ്ടാം സ്ഥാനത്താണ്. അതേസമയം 71.3 പോയിന്റോടെ തുടർച്ചയായി മൂന്നാം സ്ഥാനത്താണ് ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസ്. കഴിഞ്ഞ തവണ 66.08 പോയിന്റായിരുന്നു 24 ന്യൂസിന് ഉണ്ടായിരുന്നത്. മാതൃഭൂമി ന്യൂസിനെ പിന്തള്ളി മനോരമ ന്യൂസ് നാലാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 36.25 മനോരമയുടെ പോയിന്റ് നില. മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ 5ാം സ്ഥാനത്താണ് ഉള്ളത്. 34.49 അവരുടെ പോയിന്റ്. പുതിയ വാർത്താ ചാനലായ ന്യൂസ് മലയാളം 24/7 26.3 പോയിന്റോടെ ഇപ്പോൾ 6ാം സ്ഥാനത്തുള്ളത്. എടുത്തു പറയേണ്ട വളരെ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ന്യൂസ് മലയാളം നടത്തിയിരിക്കുന്നത്. 25.85 പോയിന്റോടെ ജനം TV തൊട്ടു പിന്നിലുണ്ട്. കൈലി TV 14.58 പോയിന്റുകളോടെ 8ാം സ്ഥാനത്തും ന്യൂസ് 18 ആ പട്ടികയിൽ 9ാമതുമാണ്. 10ാം സ്ഥാനത്തുള്ള മീഡിയ വണ്ണിന്റെ പോയിന്റ് നില 6.89 അവസാന സ്ഥാനം ഇത്തവണയും ആർക്കും വിട്ടുകൊടുക്കാതെ മീഡിയ വൺ നിലനിർത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പഴയ പ്രതാപത്തിന്റെ നേടിൽ കുറെ നാൾ കൂടി 1ാം സ്ഥാനത്തേക്ക് നിന്ന് ഏഷ്യാനെറ്റിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. വാർത്താ അവതരണത്തിൽ കാര്യമായ പുതുമകൾ ഒന്നും കൊണ്ടുവരാനും അവർക്ക് കഴിയുന്നില്ല. മാത്രമല്ല BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂട്ട പിരിച്ചുവിടൽ നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഓൺലൈൻ സെക്ഷനിലെ കൂട്ട പിരിച്ചുവിടൽ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂണിയൻ ചന്ദ്രശേഖരന് കത്ത് നൽകിയത്. ആ വിഷയം പരിഗണിച്ചില്ലെങ്കിൽ സമര പരിപാടികളിലേക്ക് പോകുമെന്നും അവർ പറയുന്നുണ്ട്. പലതരത്തിലെ ചെറിയ വീഴ്ചകൾ ഉണ്ടായെങ്കിലും അരുൺകുമാർ എന്ന വ്യക്തിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് റിപ്പോർട്ടറിന് തുണയായി മാറിയത്. യുദ്ധസമയത്ത് ചില തെറ്റായ വാർത്തകൾ പുറത്തു വന്നെങ്കിലും അത് മനഃപൂർവ്വം അല്ലെന്ന് സ്ഥാപിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ശബ്ദത്തിന് പകരം പ്രകാശവേഗം എന്നത് ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് അരുൺകുമാർ പറഞ്ഞത് ഒരു നാവ് പിഴയാണെന്നും ആളുകൾ മനസ്സിലാക്കി. അത്രയ്ക്ക് വിവരക്കേട് അദ്ദേഹം പറയില്ലെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു. ചാനലിന്റെ മുതലാളി മറ്റുള്ള അവതാരകരൊക്കെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട് മറികടക്കാൻ റിപ്പോർട്ടറിന്റെ കയ്യിലുള്ള വജ്രായുധം തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് എന്ന വമ്പനെ വീഴ്ത്താൻ അവർക്ക് കഴിഞ്ഞതും. ശ്രീകണ്ഠൻ നായർ കേരള യാത്ര നടത്തിയെങ്കിലും അതിൻ്റെതായ ഒരു മെച്ചം ഉണ്ടാക്കാൻ 24 ന്യൂസിനും കഴിഞ്ഞില്ല. ഹാഷ്മിയുടെ ചടലുമായ സംഭാഷണ ശൈലിക്കും പോയിന്റ് നിലയിൽ നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയാതെ പോയി. എന്നാൽ തുടക്കം മുതൽ വളരെ മിതത്വം പാലിച്ചുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാതെ എന്നാൽ വാർത്തകളുടെ സത്യം ചോർന്നു പോകാതെ മുന്നിലേക്ക് കുതിക്കുകയാണ് ന്യൂസ് മലയാളം 24/7. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവേളയിൽ അമിതമായ ആവേശം കാണിക്കാതെ വളരെ കൃത്യമായാണ് അവർ വാർത്തകൾ നൽകിയത്. അതീവ വൈകാരികതയും പക്ഷം പിടിച്ചുള്ള കുറ്റപ്പെടുത്തലും ഇല്ലാതെയാണ് അവർ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതിന്റെ പ്രതിഫലനമാണ് ബാർക്ക് റേറ്റിംഗിലെ അവരുടെ മുന്നേറ്റം. വ്യാജ വാർത്തകളോ കെട്ടിച്ചമച്ച വാർത്തകളോ ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോം എന്ന് തന്നെ ന്യൂസ് മലയാളത്തിൽ നമുക്ക് പറയാം. ഏഷ്യാനെറ്റിന് ഇതൊരു പാഠമാണ്. കാലത്തിനൊത്ത് കോലം കെട്ടിയില്ലെങ്കിൽ മാധ്യമരംഗത്ത് നിലനിൽപ്പില്ലെന്ന കാര്യം ഇനിയെങ്കിലും അവർ തിരിച്ചറിയണം. ചാനൽ മേധാവിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് പലതും മുക്കുകയും വേണ്ടാത്തത് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നത് ചാനലിന് ദോഷമേ ചെയ്യും. പരമ്പരാഗത ശൈലികൾ പിന്തുടരുന്ന മനോരമയും മാതൃഭൂമിയും മാറ്റി നിർത്തിയാൽ വരുംകാല പോരാട്ടം നടക്കാൻ പോകുന്നത് റിപ്പോർട്ടർ, 24 ന്യൂസ്, ന്യൂസ് മലയാളം എന്നീ ചാനലുകൾ തമ്മിലായിരിക്കും എന്നതിൽ സംശയം വേണ്ട.